പ്രിൻസിപ്പളും സ്റ്റാഫ് അഡ്വൈസറും മനസ്സിലാക്കാം. കളക്ടർ നിങ്ങളുടെ മാഗസിൻ കാണണമെന്ന് പ്രിൻസിപ്പൽ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ റൂൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ കോളേജ് മാഗസിനെ കളക്ടറുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ അഥവാ ഞങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അധികാരികൾക്ക് പറ്റാത്തതായ എന്തെങ്കിലും ലേഖനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തടയുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ പോകുന്നത്. ദാറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സെൻസർഷിപ്പ്. ഈ പറയുന്നതിൽ നിന്നും കുറ്റക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോളേജ് മാഗസിനിലൂടെ തങ്ങളുടെ താല്പര്യം വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ, യുവസമൂഹത്തിൻ്റെ ഇടയിൽ എത്തിക്കാമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. നേരത്തെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടാവുന്നത് വളരെ പർപ്പസ്ഫുള്ളി ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു നേതാവിനെതിരായിട്ട് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. കഴിഞ്ഞ 10-12 വർഷക്കാലമായി അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ 10-24ഓളം രാഷ്ട്രീയ പാർട്ടികൾ, സാമുദായിക സംഘടനകൾ, പത്രമാധ്യമങ്ങൾ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ചിത്രീകരിച്ച ഒരു ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, മോഡി ഭീതി, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി. അതൊക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു. ആ സമയത്തും ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി എന്ന് പുതുതലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതാണല്ലോ അദ്ദേഹത്തെ വിമർശിക്കുന്നതിനെയല്ല ഞങ്ങൾ എതിർക്കുന്നത്. അല്ല, ഇത് ഇപ്പം പറഞ്ഞത് ഇപ്പം കളക്ടർ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് തികച്ചും ഭീകരവാഴ്ചയാണ്. ഭരണകൂടം ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ ഭാവി തലമുറയിലേക്ക് അവർ ഇടപെടുന്നു എന്നാണ്. അവരെ മെരുക്കി തങ്ങൾക്ക് പാകപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഭരണകൂടത്തിൻ്റെയും ഒരു താല്പര്യമാണ് ഇതിൽ കാണുന്നത്. ഇത് ഇപ്പം ചോദിക്കട്ടെ, മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷവും അധികാരത്തിലേറുന്നതിന് മുൻപും ഉള്ള സജീവനെ പോലെയുള്ള BJP പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു? മൻമോഹൻ സിംഗിനെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ മോദിയെ സമാനമായി വിമർശിക്കുന്നതിനെയും എതിർക്കുന്നത്. അതറിയണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ, അതായത് നമ്മൾ ഇത്രയും കാലം നമ്മുടെ മത, രാഷ്ട്രീയ, ജാതി സംഘടനകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പിൻതലമുറക്കാർ മുഴുവൻ പാഴ്നിലത്തിൽ വിതച്ച വിത്തുകളായി പോയി എന്ന് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ. അത് അഭിപ്രായമല്ല, പച്ചത്തെറികൾ തന്നെയാണ് പല അഭിപ്രായം. ഇപ്പം മോദിയെ വിമർശിച്ചാൽ അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇത് ചേർക്കുന്നത് പച്ചത്തെറിയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു കോളേജ് മാഗസിൻ എന്ന് പറയുന്നത് അക്കാഡമിക് ഇയറിൻ്റെ അവസാനം പബ്ലിഷ് ചെയ്യുകയും അത് ഒരു കോളേജിൻ്റെ തന്നെ ഒരു മുഖമുദ്രയായി മാറുകയും ചെയ്യുകയാണ് പതിവ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ മറ്റാരുമോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നോട്ടെ, ഇവിടെ ആ കോളേജ് ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ഞങ്ങളിതാ ഒരു പക്ഷത്ത് നിൽക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ എത്രയോ മതസംഘടനകൾ കോളേജുകൾ നടത്തുന്നു. അവരെല്ലാവരും നാളെ അവരുടെ ആശയങ്ങൾ ഇതുപോലെ എഴുതി വിട്ട് കഴിഞ്ഞാൽ, അവരെല്ലാവരും ഒരു വ്യക്തമായ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ അത് ബാധിക്കുക? ഇവിടെ പക്ഷപാതപരമായി ഒരു കോളേജ് ഇടപെട്ടിരിക്കുന്നു. ആ കാര്യത്തിൽ എഡിറ്റർക്കും കോളേജ് അധികൃതർക്കും തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കഴിഞ്ഞ കാലഘട്ടത്തിലെ സ്ഥിതി പരിശോധിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ ഫാസിസ്റ്റ് യക്ഷി ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് പത്രത്തിൽ എന്നിട്ടുള്ളൊരു പ്രചരണം. പക്ഷെ അന്ന് അക്കാലഘട്ടത്തിൽ പോലും അതിനെ ഈ രൂപത്തിൽ വിമർശിച്ചിട്ടില്ല. അപ്പം ഒരു ഇന്ത്യൻ ഭരണാധികാരി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ രാജ്യത്തിൽ ഈ ജനങ്ങൾക്ക് അതിന് അഭിപ്രായം പറയാനും അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. മറ്റൊന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം. അത് ഈ ഇന്ത്യൻ പൗരന്, കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ ഇല്ലാതിരുന്നിട്ടുള്ളത്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇന്ന് നിലനിർത്തിയിട്ടുള്ളൊരു രാജ്യമാണ് മതേതരത്വ രാജ്യം എന്നുള്ള രൂപത്തിൽ ഇന്ത്യ. അപ്പോൾ ആ രാജ്യത്ത് ഉയർന്നു വരുന്നിട്ടുള്ള വളർന്നു വരുന്ന തലമുറകളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്തിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭരണാധികാരികളെ പോകാൻ പാടില്ല എന്നുള്ളതാണ് അഭിപ്രായം. നോക്കൂ, സാംസ്കാരികമായും സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്ന ഈ നിയന്ത്രണങ്ങൾ എന്ത് സൂചനകൾ നൽകുന്നു? ഈ മാഗസിന്റെ വിഷയത്തിൽ അത് യഥാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ഒരു കയ്യേറ്റമാണ് കേരള പോലീസ് നടത്തിയിട്ടുള്ളത്. അത് BJPയുടെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയോ ഒരു അക്കൗണ്ടിൽ ചേർക്കുന്നതിനേക്കാളും ഞാൻ അത് UDFന്റെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയിലൂടെ മാത്രമല്ല, തിരിച്ച് ഈ പറയുന്ന കോൺഗ്രസിലൂടെയും ഫാസിസ്റ്റ് പ്രവണതകൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് മാഗസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്. ഇതൊരു നിശബ്ദമായ അടിയന്തരാവസ്ഥയുടെ തുടക്കമാണോ? മാഗസിൻ വിവാദം മാത്രമല്ല, അന്വേഷിക്കുന്നു അതിലുമേറെ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം.
സാമ്പത്തിക വികസനത്തിന് തുരങ്കം വയ്ക്കാൻ സന്നദ്ധ സംഘടനകൾ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ഒരു IB റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി. 23 പേജുള്ള ഈ IB റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ IB റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ പൊതുജന പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ പീസ് അടക്കമുള്ള പല പ്രധാനപ്പെട്ട NGOകളും കൂടംകുളത്തെ SP ഉദയകുമാർ അടക്കമുള്ള ആക്ടിവിസ്റ്റുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങി രാജ്യത്തിന്റെ വികസനം 2 മുതൽ 3% വരെ GDP കുറയ്ക്കാൻ പര്യാപ്തമായ വിധത്തിൽ രാജ്യ താൽപര്യത്തിന് എതിരായും സാമ്പത്തിക താൽപര്യത്തിന് വിരുദ്ധമാക്കുന്ന രീതിയിലും പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം. ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നു. ശ്രീ സുബ്രഹ്മണ്യം, ഇതൊരു IB റിപ്പോർട്ടാണ്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ പേജ് നമ്പർ 4-ൽ കൂടംകുളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദയകുമാറിന് കഴിഞ്ഞ 5 വർഷമായി 20 ലക്ഷം രൂപയിലധികം രൂപ അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒഹിയോ സർവകലാശാലയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ലഭിച്ചിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, ഇന്ത്യയുടെ സൈബർ IT ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, എനർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായി വിദേശ രാജ്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് സംശയിക്കുന്ന രീതിയിൽ ഗ്രീൻ പീസ് എന്ന സംഘടന പ്രവർത്തിച്ചിട്ടുണ്ട്. മൊത്തം ഇന്ത്യയിൽ ഒരു ആണവ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ സിവിൽ ആക്ടിവിസ്റ്റിന്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ആക്ടിവിസ്റ്റിന് $40,000 ഇന്ത്യക്കാരന്റെ പേരിൽ വിദേശ രാജ്യത്തെ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അയാൾ രാജ്യത്തെ പ്രമുഖനായ ഒരു ആക്ടിവിസ്റ്റാണ്. കാശ്മീരിൽ നിന്ന് മണിപ്പൂരിലേക്കും, മണിപ്പൂരിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്കും എനർജിയെയും മനുഷ്യാവകാശത്തെയും കുറിച്ച് മാത്രമേ ഇവർ സംസാരിക്കുന്നുള്ളൂ. രാജ്യത്തിന് താല്പര്യത്തിനെതിരാണ്. മറുപടി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരോപണങ്ങൾ ഒന്നും പുതിയതല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ ചാർജ് വഹിച്ചിരുന്ന നാരായണസ്വാമി എന്ന് പറയുന്ന മന്ത്രി ഈ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് തന്നെ ഇതിനെതിരായിട്ടുള്ള വക്കീൽ നോട്ടീസുകൾ ഉദയകുമാർ അയച്ചിരുന്നു. അതിലൊന്നും തന്നെ, കാരണം ഉദയകുമാർ ഇപ്പോഴും സ്വതന്ത്രമായി ഇവിടെയുണ്ട്. ഉദയകുമാറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന വക്കീൽ നോട്ടീസിന് എന്തെങ്കിലും മറുപടി കൊടുക്കുകയോ ഉദയകുമാറിനെതിരായി നിയമപ്രകാരമുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്യാനുള്ള ബാധ്യത യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിച്ച ആളുകൾക്കുണ്ടായിരുന്നു. അതൊന്നും തന്നെ നടന്നില്ല എന്നുള്ളത് തന്നെ ഈ കാര്യത്തിൽ ആണവ വിരുദ്ധ സമരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദേശ സഹായം വാങ്ങിക്കൊണ്ട് ഇടപെട്ടു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കത്തക്കതല്ല എന്നാണ് തെളിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നോ വിദേശ ഏജൻസികളിൽ നിന്നോ എന്തെങ്കിലും പ്രൊജക്റ്റുകൾക്കോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ധാരാളം ഫണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 44,000-ഓളം FCR ഈ പറയുന്ന രജിസ്ട്രേഷനുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഡ് സംഘടനകളുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടനകൾ ഇപ്പോൾ ഉദയകുമാറിനെ പോലുള്ള ഒരാൾക്കും ഇന്ത്യ രാജ്യത്ത് നിയമപ്രകാരം അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ തന്നെ. അതിനൊക്കെ കൃത്യമായ രേഖകളും കൃത്യമായിട്ടുള്ള ഓഡിറ്റുകളും ഫോമുകൾ സമർപ്പിക്കലും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇതിനെ കൂട്ടിക്കെട്ടുന്ന ഒരു പരിപാടിയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം 96% വിദേശ സഹായം പറ്റുന്ന സംഘടനകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മതേതര സംഘടനകളല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തെ വിവിധ മതങ്ങളിൽ പെടുന്ന ആളുകളാണ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് ചർച്ച പോകുന്നതിന് മുൻപ് നമ്മൾ ഉദയകുമാറിന്റെയും ഗ്രീൻ പീസിന്റെയും അംഗമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ചില PUCL പോലെയുള്ള സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ NAPM പോലെയുള്ള സ്ഥാപനങ്ങളുടെയും ക്രെഡിബിലിറ്റി പോലും IB റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഉദയകുമാറിനെ സംശയത്തിന് നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഉദയകുമാറിന് ലഭിച്ച ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന ഈ രൂപ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് ഉദയകുമാറിന് ലഭിച്ചത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിന് ഉദയകുമാറിന്റെ മറുപടി, ഉദയകുമാർ ഒഹിയോ സർവകലാശാലയിലേക്ക് നടത്തിയ പഠനത്തിന്റെ പേരിൽ ലഭിച്ചതാണ് 20 ലക്ഷം രൂപ. ഇന്ത്യയിലെ ഏതു വ്യക്തിക്കാണ് തങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളിന് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ലഭിക്കുക? നമ്പർ 1. നമ്പർ 2, ഇദ്ദേഹവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ജർമ്മൻകാരന്, അദ്ദേഹം തന്നെ സംബന്ധിച്ച ജർമ്മൻകാരന്റെ കയ്യിൽ ഇന്ത്യയുടെ വിവിധ യുറേനിയം ശേഖരങ്ങളുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഹാൻഡ് റിട്ടൺ ഇന്ത്യൻ മാപ്പ് ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ത്യക്ക് യുറേനിയം ഇറക്കുമതി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ കൂടംകുളം പോലെ എനർജി ക്രൈസിസ് അനുഭവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസന താല്പര്യത്തെ തുരങ്കം വയ്ക്കുന്നതിനുള്ള ഒരു ഏജന്റാണോ ഉദയകുമാർ എന്നതാണ് സംശയം. ഇതും
ഒരു പഴയ കഥയാണ്. കാരണം ഈ ജർമ്മൻകാരനെ എന്താണ് ചെയ്തത്? വലിയ രാഷ്ട്രദ്രോഹമാണ് ചെയ്തത് അദ്ദേഹം. കാരണം ഇന്ത്യയുടെ യുറേനിയം പദ്ധതികളെ ആകമാനം അട്ടിമറിക്കുന്ന തരത്തിലൊരു മാപ്പ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ആണവോർജ്ജ വകുപ്പിൻ്റെ ഏത് സൈറ്റിൽ പോയാലും കിട്ടാവുന്ന മാപ്പാണ് ഇന്ത്യയിലെ എവിടെയൊക്കെ ആണവ നിലയമുണ്ട്, എവിടെയൊക്കെ ആണവ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള കാര്യം. അതിൽ കവിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യുക? ആ ജർമ്മൻ നാഷണലിന് എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യ രാജ്യത്തെ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ അദ്ദേഹം ഇടപെട്ടുവെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് ഇന്ത്യയിലെ ജയിലിൽ അടക്കമല്ലേ വേണ്ടത്? പകരം ചെന്നൈയിൽ നിന്ന് അദ്ദേഹത്തെ വിമാനം കയറ്റിയിട്ട് പിന്നെ ജർമ്മനിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അയാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള, അതും ചെറിയ ആരോപണമല്ല, ഈ രാജ്യത്തിൻ്റെ വികസനത്തെയും രാജ്യത്തിൻ്റെ സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള രഹസ്യ രേഖകൾ കൈവശം വെച്ചു എന്നുള്ളൊരു വലിയ ആരോപണമാണ്. ഇതും നേരത്തെ ആരോപിച്ചതാണ്. ഇതും ഈ പറയുന്ന IB റിപ്പോർട്ടിന് മുമ്പേ തന്നെ വന്ന ആരോപണങ്ങളാണ്. അതിനൊക്കെ തന്നെ ഈ പറയുന്ന കൂടംകുളം ആണവ വിരുദ്ധ സമിതിയൊക്കെ മറുപടി പറഞ്ഞതുമാണ്. കാരണം അത്തരത്തിൽ ഗൗരവപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെ ഇന്ത്യ രാജ്യത്തെ നിയമപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കുമായിരുന്നു രാജ്യദ്രോഹ പ്രവർത്തനത്തിന്. ഇത് മോഡിയുടെ വികസന അജണ്ട നടപ്പാക്കാനുള്ള ഒരു പൂർവ്വ ആക്രമണ പദ്ധതിയാണോ? ഇറ്റ്സ് എ പ്രീ എംപ്റ്റീവ് ഡിസൈൻ. അതായത് തന്റെ ഡെവലപ്മെന്റൽ അജണ്ട നടപ്പാക്കുമ്പോൾ ശബ്ദമുയർത്തുന്ന സംഘടനകളെ നിശബ്ദമാക്കാൻ വേണ്ടി IB റിപ്പോർട്ട് മനഃപൂർവ്വം ചോർത്തി നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു സംശയവും വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ജൂൺ 3 സമർപ്പിച്ച ഈ റിപ്പോർട്ട് ചോർത്തി IB തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെയോ അവരുടെ ഒക്കെ എല്ലാം അറിയുള്ളൂ. അവർ തന്നെ ചോർത്തി നൽകിയ ഈ കാര്യം അതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. കാരണം നമുക്കറിയാം ഈ 2008 ശേഷം വലിയ സാമ്പത്തിക മാന്ദ്യമാണ് ലോകത്തെമ്പാടും നിലനിൽക്കുന്നത്. ഈ പറയുന്ന ആഗോള മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ, പ്രതിസന്ധിയിലായ ആഗോള മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെയുള്ള ഇന്ത്യ രാജ്യത്തുള്ള നിയമങ്ങൾ അടക്കം നിശബ്ദമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. സജീവൻ, എനിക്കൊരു ഡയറക്റ്റ് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, ചർച്ചയുടെ ബാക്കിയുള്ള സങ്കീർണതകളിലേക്ക് പോകുന്നതിന് മുൻപ് IB റിപ്പോർട്ട് യഥാർത്ഥത്തിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നത് ഏതു വകുപ്പിനാണ്? ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ പരിമിത ജ്ഞാനമനുസരിച്ച് ആഭ്യന്തര വകുപ്പിനാണ്. ഇതാ IB റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സമർപ്പിക്കുന്നു. എന്തുകൊണ്ട്? നമ്പർ 1. നമ്പർ 2, ഇന്റലിജൻസ് ബ്യൂറോയുടെ ഔദ്യോഗിക ജോലി ഇന്ത്യ റിപ്പബ്ലിക്കിനെ ത്രെട്ടുകളിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പോളിസീസ്, പൊളിറ്റിക്സ് അത് സംരക്ഷിക്കാനുള്ള അവകാശം എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കൊടുത്തത്? പ്ലാനിംഗ് കമ്മീഷനാണോ ഇന്റലിജൻസ് ബ്യൂറോ? സർ, ഒരു വലിയ തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്? രാഷ്ട്രീയമായി തന്നെ പരിഹരിക്കാൻ പറ്റാത്തൊരു തെറ്റ് മോഡി അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കുള്ളിൽ. നമ്മുടെ രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ മോദിയാണ് എന്ന് പറഞ്ഞാൽ സന്തോഷകരമാവുമെങ്കിൽ എല്ലാവരും അതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ആഭിമുഖ്യമായിട്ട് പറയാനുള്ളത്. ഏതായാലും ഇത് കഴിഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്തെ NGOകളെ കുറിച്ചിട്ട്, NGOകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ടാണിപ്പോൾ ജൂൺ 3 സമർപ്പിച്ചിട്ടുള്ളത്. ഇത് മഹാത്മാഗാന്ധിജിയുടെ രാജ്യമാണ്. ഈ രാജ്യത്ത് ജനകീയ സമരങ്ങൾ നടത്താൻ എന്തിന് വിദേശ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. മാത്രമല്ല, ഈ പരിസ്ഥിതി മേഖലയിലും മനുഷ്യാവകാശ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അതിനുവേണ്ടി ഫണ്ടിങ് നടത്തുന്ന ഏജൻസികൾക്ക് മറ്റു വല്ല ഉദ്ദേശവുമുണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഹോട്ട്സ്പോട്ട്, രാഷ്ട്രീയമായി ഇന്ത്യയുടെ വിഘടിച്ചു പോകാവുന്ന പ്രവണത ഏറെ കൂടുതലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ മാത്രമാണോ NGOയ്ക്ക് പ്രവർത്തനം നടത്താനുള്ളത്? NGOകളിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന വിദേശ ഫണ്ട് വാങ്ങിക്കുന്ന സംഘടനകൾ ഉണ്ട് എന്നൊരു പരിധിവരെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. അതേസമയത്ത് എല്ലാ സംഘടനകളും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് കൂടംകുളത്തെ മനുഷ്യരുടെ പ്രശ്നം നമ്മളെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കേവലം ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല കൂടംകുള പ്രശ്നം, അതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയായിട്ട് മാറുന്നുണ്ട്. ഇന്ന് ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധം എന്താണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി വിഷയം തന്നെയാണെന്ന് തോന്നുന്നില്ലേ? നമ്മുടെ വിഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മുടെ വ്യവസായങ്ങൾ എങ്ങനെയായിരിക്കണം, നമ്മളെ എങ്ങനെയെല്ലാം മലിനപ്പെടുത്തണം എന്നത് അനിയന്ത്രിതമായ ഒരു അവകാശമായിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിനെതിരെ തദ്ദേശീയമായിട്ട് ജനങ്ങൾ കലാപം ചെയ്യും. അതിന് അനുബന്ധമായ ഒട്ടേറെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവരെ എല്ലാം തന്നെ സമരം നയിക്കുന്ന ആളുകളായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്നാണ്